2 തവണ നിങ്ങൾക്ക് ഒരാൾ കടം തന്നാൽ ആ കടം കൊടുക്കുന്ന മനുഷ്യൻ അത് തിരിച്ചു കൊടുക്കണം. പക്ഷേ ആ 2 തവണ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതിൽ 1 തവണ കൊടുത്തത് സ്വതക്കയായിട്ട് അള്ളാഹ് സ്വീകരിക്കും. ഇയാൾ കൊടുത്ത സ്വതക്കയൊന്നുമല്ല, അദ്ദേഹം കൊടുത്തത് കടമാണ്. പക്ഷെ അള്ളാഹു അത് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അൻളറ മുഅ്സിറൻ ഔ വദഅ അൻഹു വദല്ലഹു അല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹ്. അതിലും വലിയ കൗതുകം, കടം കൊടുക്കാൻ കഴിയുന്നവരെ, അള്ളാഹു സമ്പത്ത് നൽകിയവരെ, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തു, അത് തിരിച്ചടക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി, 2 വർഷം കഴിഞ്ഞിട്ട് മതി, നിന്നെ കൊണ്ട് കഴിയുമ്പോൾ മതി എന്ന് നിങ്ങൾ ഒരാൾക്ക് സാവകാശം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ എനിക്കത് വേണ്ട, നീ തരേണ്ടതില്ല എന്ന് ഒഴിവാക്കി കൊടുത്താൽ നാളെ തണലുകളില്ലാത്ത നാളിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ സൗഭാഗ്യം ഇത്! മുതലാളിമാരോട് അള്ളാഹ് പറയാണ്, നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, ബുദ്ധിമുട്ടാക്കരുത്. സാരല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന നഷ്ടമല്ലേ, സാരല്ല, നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് നിഅമത്ത് ചെയ്തില്ലേ, ഈ പാവം ഇനി ഇവിടെ നിന്ന് കടം വിട്ടാനാണ്, അതുകൊണ്ട് നീ ഒഴിവാക്കി കൊടുക്ക്. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലുകൊണ്ട് അദല്ലഹുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹു അവർക്ക് തണൽ വിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, മൻ അൻളറ മുഅ്സിറൻ ഫലഹു ബികുല്ലി യൗമിൻ മിസ്ലിഹി സ്വദഖ. ഒരു മനുഷ്യൻ കടം കൊടുത്തിട്ട് തിരിച്ചടക്കേണ്ട മനുഷ്യനോട് സാവകാശം ചെയ്തു കൊടുത്താൽ, ഒരു ദിവസം കഴിഞ്ഞിട്ട് മതി, 1 മാസം കഴിഞ്ഞിട്ട് മതി, 1 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് സാവകാശം ചെയ്തു കൊടുത്താൽ, ആ സാവകാശം ചെയ്ത സമയത്തിൽ എത്ര ദിവസമുണ്ടോ ആ ഓരോ ദിവസവും ആ സംഖ്യ സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമത്രേ ഈ കടം കൊടുത്ത ആൾക്ക്. 1000 രൂപ കടം കൊടുത്തു, ഇന്ന് തരേണ്ടതാ, പറഞ്ഞു അടുത്ത മാസം ഈ ദിവസം തന്നാൽ മതി. 30 ദിവസമായില്ലേ, 30 ദിവസം 1000 വെച്ച് സ്വതക്ക ചെയ്ത കൂലി കിട്ടി. 1 കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. 365 ദിവസം 1000 രൂപ സ്വതക്ക ചെയ്ത കൂലി അല്ലാഹു ഇയാൾക്ക് കൊടുത്തു. എത്രയാണോ നിങ്ങൾ കടം കൊടുത്തത്, ആ കടം കൊടുത്ത സംഖ്യ എത്ര ദിവസം നിങ്ങൾ നീട്ടിക്കൊടുത്തോ ആ ഓരോ ദിവസവും ആ സംഖ്യ നിങ്ങൾ ദീനിന് ദാനം ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു. എന്തിനെന്നറിയോ? മനുഷ്യന്മാർ എന്നിട്ടെങ്കിലും പലിശയുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ 100കണക്കിന് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും എന്നത് അസ്സലാമു ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അസ്സലാം എന്ന് പറയുന്നത്. വദഅഹുല്ലാഹു ഫിൽ അർള്, ആ നാമത്തെ അസ്സലാം എന്ന ഇസ്മിനെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നു. ഫഅഫ്ശൂഹു ബൈനകും, ആ നാമത്തെ നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണമേ. فإن الرجل المسلم إذا مر بقوم فسلم عليهم, ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, അവരതിന് മറുപടിയും പറഞ്ഞാൽ, കാന ലഹു അലൈഹിം ഫദ്ലു ദറജ, ആ സലാം അടക്കിയവരെക്കാളും ഒരു സ്ഥാനം പറഞ്ഞ ആൾക്ക് ഏറെയുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ അത് ഓർമ്മിപ്പിക്കാൻ കാരണമായത്. ഇനി അവരെ സലാം മടക്കിയില്ല എന്ന് വിചാരിക്കാം, റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും വഅത്യബ്, അവനെക്കാളും ഖൈറായ അവരെക്കാളും മുന്തിയവരായ സുന്ദരരും സംശുദ്ധരുമായ അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് മറുപടി പറയും. അതുകൊണ്ട് സലാം പറയാൻ നിങ്ങൾ മറക്കരുതേ, സലാം വർദ്ധിപ്പിക്കണം. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ, മദ്രസയിൽ പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയലാവണം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം സലാം പറയണം, വീട്ടുകാരോട് സലാം പറയണം. എവിടെ നമ്മൾ ആരെ കാണുന്നുണ്ടോ അവരോട് സലാം പറയണം. സലാം എന്നത് സമാധാനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ മഗ്ഫിറത്തും അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ ബറക്കത്ത് നിങ്ങൾക്ക് തരട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണത്. അസ്സലാം എന്നത് അള്ളാഹിൻ്റെ പേരാണ്, സ്വർഗത്തിൻ്റെ പേരാണ് ദാറുസ്സലാം. രക്ഷയുടെ വഴിയിലേക്ക്, സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ്, സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത്. അള്ളാഹു ഞങ്ങളെ അങ്ങോട്ട് എത്തിച്ചു തരണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സലാം വർദ്ധിപ്പിക്കണം. മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗതിനിൻ യുൻഖസു ഫീഹി മിൻ ഇർദിഹി وينتهك فيه من حرمته إلا نصره الله في موطن يحب فيها نصرته. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പരസ്പരം സഹായിക്കാൻ പഠിപ്പിക്കുകയാണ്. മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഒരാൾ, ആ മനുഷ്യന്റെ അഭിമാനം മറ്റുള്ളവർ പിച്ച് ചീന്തുമ്പോൾ, ശ്രദ്ധിക്കണം, അതൊക്കെ ഇങ്ങനെ കമന്റ് കയറി ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമന്റ് അടിച്ച് എഴുതിവിടെ, എന്താ രസം എഴുതിവിടാൻ. എത്രയാണ് അതിൻ്റെ ഗൗരവമെന്ന് ഇവർക്കറിയോ? നമ്മൾ ദീൻ, ഇസ്ലാം, അഹ്ലുസുന്ന എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും പരസ്പരം ചീത്ത പറയാൻ വല്ലാത്ത ആവേശം, ആളുകളെ തെറി പറയാ, അതിന് ഭയങ്കരമായ ധൈര്യം, അതിനൊക്കെ കൂലിട്ടുന്ന വിചാരം. ഗീബത്ത് ഗീബത്താണ്, നമീമത്ത് നമീമത്താണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം ഹനിക്കപ്പെടുമ്പോൾ, ഒരു മനുഷ്യന്റെ അഭിമാനം പിച്ച് ചീന്തപ്പെടുമ്പോൾ, മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമ ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ ഇർദിഹി വയുൻ, പോലും നമ്മൾ വകവെച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിൽ ഗീബ കാന ഹഖ്ഖൻ അലാ അല്ലാഹി യുഅ്തിഖഹു മിനൻ നാർ. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി ആളുകൾ ഗീബത്ത് പറയുമ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രതിരോധിച്ച്, ആ മനുഷ്യൻ അങ്ങനെ പറയരുതേ, അതങ്ങനെയല്ല, ആ മനുഷ്യന് ഇന്നിന്ന നന്മകളില്ലേ എന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ഒരാൾ പ്രതിരോധം തീർത്താൽ, അയാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചു നിർത്തിയാൽ, മറ്റുള്ളവർ പിച്ചു ചീന്തുമ്പോൾ ഈ പ്രതിരോധം തീർത്ത ആൾക്ക് അല്ലാഹു നരകത്തിൽ നിന്ന് ഇത്ഖ് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങ് ദ്വാരക്കു റമദാനിൽ അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കേണമേ, ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ. ആരെയാ നരകത്തിൽ നിന്ന്? കാര്യമുണ്ടോ? ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് വലിയ ആവേശം കാണിച്ചിട്ട് പിന്നെ കുറെ ദിക്റും സ്വലാത്തും അല്ലാഹു സ്വീകരിക്കൂ. ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അമാലക്കും. ആദ്യം നിങ്ങളുടെ വാക്കുകൾ നന്നാവട്ടെ, എന്നാൽ അല്ലാഹു നിങ്ങളുടെ അമലുകൾ നന്നാക്കി തരും. അമലുകൾ നന്നാവാതെ രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനെ. അമലുകൾ നന്നായേ പറ്റൂ. നമ്മുടെ ഖൗലും ഫിഅലും നന്നാവണം. നമ്മുടെ വാക്കും നമ്മുടെ നമ്മൾ എഴുതുന്ന വചനങ്ങളും എഴുതുന്നതും പറയുന്നതും നന്നാവണം. മാ യഹ്റുമു കലാമുഹു ഫയഹ്റുമു കിതാബത്തു. എന്ത് പറയൽ ഹറാമാണോ അത് എഴുതലും ഹറാമാണ്. ഫിഖഹിന്റെ മസലയല്ലേ ഇത്? അലിമീങ്ങൾ അഖ്ലാഖിൽ പഠിപ്പിച്ചിരുന്നില്ലേ ഇത്? അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മുഅ്മിനീങ്ങളെ നമ്മൾ ഉണരണേ. നമ്മുടെ അമലുകളൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവും. അള്ളാഹു നമുക്ക്, പടച്ച റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. അള്ളാഹു മാപ്പ് നൽകട്ടെ. അള്ളാഹു മാപ്പ് നൽകട്ടെ. മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഇല്ല ബതഅസ അല്ലാഹു 70000 മലക്കൻ യുസല്ലൂന അലൈഹി. 70,000 മലക്കുകൾ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 70,000 മലക്കുകൾ. ഒരു മലക്കല്ല, 7 അല്ല, 70 അല്ല, 70000 മലക്കിൻ. 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലേ? മലക്കുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? യഊദു മുസ്ലിമ, നമ്മുടെ കൂടെയുള്ള മുഅ്മിനായ ഒരു മനുഷ്യൻ രോഗിയായി മാറുമ്പോൾ ആ രോഗിയെ പോയി സന്ദർശിക്കുക. ഒരു രോഗിയെ പോയി കാണുക. കൊറോണയ്ക്ക് ശേഷം ഈ ഉമ്മത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ഇബാദത്താ രോഗസന്ദർശനം. വെറുതെ പേടിക്കുക. കൊറോണ കൂടുമെന്ന് പേടിച്ച പോലെ എന്ത് രോഗിയെ എടുത്തു പോകാനും പേടി. പരക്കുന്ന രോഗം പരക്കാത്ത രോഗവും ഇല്ലേ? പരക്കുന്ന രോഗത്തിനല്ലേ പോണ്ടെന്ന് പറഞ്ഞുള്ളൂ. അല്ലാത്ത എത്ര അസുഖങ്ങളായി എത്ര ആളുകൾ വീടുകളിൽ കഴിയുന്നുണ്ട്. ആ മനുഷ്യരെ ഒന്ന് പോയി നോക്കൽ കൂലിയാണ്. മരിച്ചാൽ നമ്മളെല്ലാവരും വീട്ടിലെത്തും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യന് ഒരു നല്ല വാക്ക് പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആ വീട്ടിൽ കയറാതെ അയാൾ മരിച്ചിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? മുഅ്മിനെ, മരിച്ചാൽ നമ്മളെല്ലാവരെ പറ്റി നല്ലത് പറയും. നല്ല മനുഷ്യനായിരുന്നു, അങ്ങനെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നല്ലതും പറയില്ല. എന്താ കാര്യം?
ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യൻ അറിയുന്ന വിധം അയാളെ മുമ്പിൽ വെച്ച് പുകഴ്ത്താൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒരു ഖൈർ നമ്മൾ പറയാറുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്മരണിക, പിന്നെ അനുസ്മരണ സമ്മേളനം, എന്തൊക്കെയാ നോട്ടീസ് വാട്സപ്പിൽ ഇങ്ങനെ വരും, വലിയ വലിയ കഥകൾ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്കും പറ്റാത്ത മനുഷ്യനായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മ വരും, സംഭവം അയാൾ ചെയ്ത കുറേ നന്മകളുണ്ടല്ലോ റബ്ബേ, നമ്മൾ ഇപ്പോഴല്ലേ ഇതൊന്ന് കാണുന്നത്, അയാൾ എത്ര നന്മ ചെയ്ത മനുഷ്യനാ. നമ്മളൊരു അന്ധതയുടെ പേരിൽ അങ്ങനെ വല്ലാണ്ടങ്ങ് എതിർത്തില്ലേ? ആ മനുഷ്യൻ നന്മയില്ലായിരുന്നോ? ജീവിച്ചിരിക്കുമ്പോൾ നന്മ പറയും. മരിച്ചാൽ പറയൽ സുന്നത്താണ്, ജീവിച്ചിരിക്കുമ്പോൾ പറയലും നന്മയാണ്. അതും ഒരു ഹസനത്താണ്. ഒരു മുഅ്മിനെ പറ്റി നല്ലതേ പറയാവൂ. അത് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ പറയാവൂ, മരിച്ചാലും അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. മരിച്ചാൽ ഒട്ടും ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോഴും പറയരുത്. പക്ഷേ ഗീബത്ത് ഹലാലാവുന്ന ചില സമയങ്ങളുണ്ടാകാം. അതൊക്കെ വളരെ റയറും അതിസൂക്ഷ്മവുമായ മസ്അലകളാണ്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പോലും പറ്റില്ല. അത് അത്രയും ഗൗരവമുള്ള മസ്അലകളാണ്. എവിടെ പറയാൻ പറ്റും പറ്റില്ല എന്ന് പറയുന്നത്. لقد رأيت رجلا يتقلب في الجنة في شجرة قطعها من ظهر الطريق. വഴിയിലുള്ള മരം, ഇത് കേരളത്തിലൊക്കെ നന്നായിട്ട് നടപ്പാക്കാൻ പറ്റിയ മസലയാണ്. പക്ഷേ പ്രകൃതിവാദികളും അല്ലാത്തവരും നാടും ഗവൺമെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നാട്ടുകാർക്ക് പ്രയാസമുള്ള ഒരു മരം അത് മുറിച്ചു മാറ്റിയാൽ, അത് മാറ്റിയതിൻ്റെ പേരിൽ ഒരാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ആനന്ദിക്കാൻ അവസരം കൊടുക്കുന്നു. ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗപ്രവേശനം നൽകുന്നു. മാമിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ആസ്വദിച്ച് തിമർത്താടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എന്താണ് ചെയ്ത? വലിയ കാര്യം, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഹറാമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അയാൾ ഏറെ ചെയ്ത ഒരു നന്മ എന്ന് പറയുന്നത് ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ദുഹരി ത്വരീഖ്. ജനങ്ങൾ പോകുന്ന വഴിയിൽ തടസ്സമാകുന്ന വിധം ഒരു മരമുണ്ടായിരുന്നു. ആ മരം അദ്ദേഹം മുറിച്ചു കളഞ്ഞു. കാനത് തുഅ്ദിന്നാസ്. വണ്ടികളുടെ ദേഹത്ത് തട്ടും, ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, തലയിലേക്ക് കൊമ്പ് മുറിഞ്ഞു വീഴും. ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന വിധം നിന്നിരുന്നൊരു മരം വഴിയിൽ നിന്ന് മുറിച്ചു മാറ്റിയതിൻ്റെ പേരിൽ അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ ഞാൻ ഒന്നുകൂടെ നമ്മുടെ നാട്ടിലേക്കൊന്ന് ചേർത്ത് വെക്കട്ടെ. വഴിയിൽ തടസ്സം നീക്കിയതിന് സ്വർഗമുണ്ട്. അപ്പോൾ അയൽവാസിക്ക്, പരിസരത്തെ വീട്ടുകാർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം നമ്മുടെ മതിലുകൾ ഇടുക്കിയിട്ടും വഴികൾ ഞെരുക്കിയിട്ടും മതിലുകൾ അവിടെ നിന്ന് കൂർപ്പിച്ചു വെച്ചിട്ടും ഒരു വാഹനം ഒന്ന് ഒടിയാൻ പോലും കഴിയാത്ത വിധം ഇപ്പുറത്ത് എത്രയോ സ്ഥലം അല്ലാഹു നൽകിയ ആളുകൾ, ഒരു അര സെന്റ് പോലും ഉണ്ടാവില്ല, 1/4 സെന്റ് പോലും സ്ഥലം വേണ്ടി വരില്ല. പൊതുജനങ്ങൾക്കും ആ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കും വാഹനത്തിന് പോലും ഒരതലും പിടിക്കലില്ലാണ്ട് ഒരു രോഗിക്കൊന്ന് ഈസിയിൽ കടന്നു പോകാൻ കഴിയാത്ത വിധം മതിലുകൾ കെട്ടി വഴികൾ ഇടുക്കി മനുഷ്യരുടെ മനസ്സുകളെ ഇടുക്കുന്ന ആളുകളുടെ ഈ പിശുക്കിന് എത്ര ശിക്ഷയായിരിക്കും അല്ലാഹു നൽകുന്നത്? നമ്മളെന്താ അത് മനസ്സിലാക്കാത്തത്? ആ ഒരു 0.5 സെന്റ് അല്ലെങ്കിൽ 0.6 എത്ര ചെറുത്, എത്ര ഒരു ചെറിയ പോർഷൻ ഉണ്ടാവുള്ളൂ. ആ ഒരു കോർണർ ഒന്ന് വളച്ചു കൊടുത്താൽ അവിടെ വാഹനങ്ങൾക്ക് തിരിയാൻ പറ്റും. പക്ഷെ ചെയ്യൂല. എന്താ സെന്റിന് വില എന്നോ? എനിക്കിതിനെത്ര വില കിട്ടും? അതും പോകട്ടെ, നാട്ടുകാർ മുഴുവൻ കൂടിയിട്ട് ഞങ്ങൾ വില തരട്ടെ, ഞങ്ങൾ പൈസ തരാം എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ പരിചയമില്ലാത്ത സംഖ്യ പറഞ്ഞ് മനുഷ്യരെ ബുദ്ധിമുട്ടാക്കുക. 1 ലക്ഷം രൂപയുടെ വില ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യൻ പറയും, എൻ്റെ 1 സെന്റ് വഴിക്ക് വേണ്ടി തരണമെങ്കിൽ എനിക്ക് 20 ലക്ഷം വേണം. തോന്നിവാസം എന്നല്ലേ ഇതിന് പറയാൻ പറ്റുള്ളൂ? അഹങ്കാരം എന്നല്ലേ ഇതിന്റെ പേര്? പിശുക്ക് എന്ന് പറഞ്ഞാൽ മതി ഇതിനൊക്കെ. എന്നിട്ട് പള്ളി കമ്മിറ്റിയിലുണ്ടാവും, നാട്ടിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ആദ്യം നമ്മൾ മനുഷ്യനാവാൻ പഠിക്കുക. നല്ല മനുഷ്യനാവാനാണ് പുണ്യനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നല്ല മനുഷ്യനാവും നമ്മൾ. ജനങ്ങളെ ബുദ്ധിമുട്ടാക്കല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എടുത്തു കളഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട്. ഇത്തരം ആളുകൾ അവരുടെ മതിലുകളൊക്കെ ഒന്ന് വളച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തിക്കൊണ്ട് ഒരൽപ്പം 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1.5 ഇഞ്ച് ഒന്ന് മാറ്റിക്കുത്തിയാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. എത്ര നാടുകൾ വിഷമിക്കുന്നുണ്ട്, എത്ര വീട്ടുകാർക്ക് പ്രയാസമുണ്ട്. പറയാൻ പറ്റൂ ഇത്? ആ വീട്ടുകാർ ചോദിച്ചാൽ പിന്നെ അവരോട് ഖിയാമം വരെ വീട്ടുകാർ പിന്നെ മിണ്ടൂല. പിന്നെ പിണക്കായി. ചോദിക്കാനും വയ്യ, ചോദിക്കാതിരിക്കാനും വയ്യ. കണ്ടറിഞ്ഞ് ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കേണ്ടവരല്ലയോ നമ്മൾ എന്തേ ഇങ്ങനെ പിശുക്കന്മാരായി പോയത്? നമ്മൾ എങ്ങോട്ടായി മണ്ണൊക്കെ വാരി വലിച്ചു കൊണ്ടുപോകുന്നത്? നമ്മുടെ 6 അടി മണ്ണിലേക്ക് ഇത് കൊണ്ടുപോകുമോ ഈ മതിലും ഗേറ്റും?
വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് എത്ര കൂലിയാണ് വിധങ്ങൾ പറഞ്ഞു, എത്ര പ്രതിഫലമാണ്. ഒരു വഴിക്കതിന്റെ അവകാശമുണ്ട്, ആ അവകാശം നിങ്ങൾ വഴി വെച്ചു കൊടുക്കണം. വഴിയുടെ അവകാശങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഞ്ച് പോകുമ്പോഴേക്ക് എന്താ നമുക്ക് ഇത്ര പേടി? അള്ളാഹു നമുക്കതിന് പകരം തരുമെന്നല്ലേ പുണ്യ റസൂല് പഠിപ്പിച്ചത്. അള്ളാഹുലും റസൂലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യനിബിധങ്ങൾ പറഞ്ഞ ഈ പ്രതിഫലത്തിൽ വിശ്വസിക്കണ്ടയോ നമ്മള്? അതുകൊണ്ട് ഒരു തടസ്സം നീക്കിയതിന് സ്വർഗത്തിൽ തിമിർത്താടുന്ന ഒരാളെ ഞാൻ കണ്ടുവന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ അലാ ളുഹ്രി തരീഖ്, ഒരു വഴിയിൽ ഒരു മരത്തിന്റെ കൊമ്പിങ്ങനെ ചാഞ്ഞു കിടക്കുന്നത് ഒരു മനുഷ്യൻ കാണുന്നു. പുണ്യനബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാൽ വല്ലാഹി ലഉൻഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീന ലാ യുഅദീഹിം, ഞാനിത് തീർച്ചയായും ഈ കൊമ്പ് ഞാൻ മുറിച്ചു മാറ്റുകയാണ്, ഇതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് അത് പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞ് ആ കൊമ്പ് അയാൾ മുറിച്ചു മാറ്റി. ഫഉദ്ഖിലൽ ജന്ന, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം കൊടുത്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇഷ്ടിക കഷ്ണം റോഡിലേക്ക് വീഴും. മെറ്റൽ കൊണ്ടുപോകുന്ന, ചിപ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് കരിങ്കൽ ചീളുകൾ റോഡുകളിൽ വീണുപോകും. സെൻട്രിങ്ങിന്റെ പണിക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ആണിയടിച്ച പട്ടികകൾ റോഡിലേക്ക് വീഴും. ബൈക്കുകാർ കടന്നു പോകുന്ന നാടാ നമ്മുടെ നാട്. എത്രയോ ആളുകൾ സൈക്കിൾ കുറവാ, എന്നാലും ബൈക്കിൽ എത്ര ആളുകൾ യാത്ര ചെയ്യുന്നു. ചെറിയൊരു സാധനത്തിന് കയറിയാൽ ആ സാധനം വീഴും, തലയടിച്ച് വീഴും, അപകടമുണ്ടാകും. വഴിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വാഹനം നമ്മൾ നടന്നു പോകാൻ സേഫാണോ, സുരക്ഷിതം, റോഡിലേക്ക് ചാടണം എന്നല്ല ഞാൻ പറയുന്നത്. സുരക്ഷിതമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കല്ലെടുത്ത് പുറത്തേക്ക് മാറ്റാം, റോഡിൽ നിന്ന് പുറത്തേക്ക് മാറ്റാം. ആ പലക കഷ്ണം എടുത്ത് മാറ്റും. ഒരു തേങ്ങ വീണു എന്ന് വിചാരി, ഒരു മട്ടൽ വീണു, നമ്മൾ അത് കണ്ടത്. അടുത്തൊരു വാഹനം വരും മുമ്പ്, ഒരു ബസ് വരും മുമ്പ്, ഒരു കാറ് വരും മുമ്പ്, സ്കൂൾ വാനുമായി കുട്ടികളുമായി സ്കൂൾ വാന് വരും, അല്ലെങ്കിൽ ആളുകൾ, പ്രായമുള്ള ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്. നമ്മൾ അവിടെ നിന്ന് നിർത്തിയിട്ട് ആ ഒരു മട്ടലോ തേങ്ങയോ റോഡിൽ നിന്ന് മാറ്റി ഒന്ന് കാലുകൊണ്ട് തട്ടി മാറ്റിയാൽ അതിന്റെ പ്രതിഫലം എത്രയാണ്? മൻ റഫഅ ഹജറൻ അൻ തരീഖിൻ കുതിബ ലഹു ഹസന, ഒരു വഴിയിലെ ഒരു കല്ല് നിങ്ങൾ എടുത്തു മാറ്റിയാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഹസനത്ത് തരും. വമൻ കാനത് ലഹു ഹസന, ഒരു മനുഷ്യന് ഒരു നന്മയുണ്ടെങ്കിൽ വരെ ദഖലൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിർത്തിവെക്കരുതേ എന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രതിഫലം ഒരു ചെടി വെച്ച് പിടിപ്പിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ നാനാൻമുഖമായ നന്മകളെ കൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ശരിക്കും മുതലാക്കണം. ഈ റമദാൻ നമുക്ക് ധാരാളം അമലുകൾ ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും റമദാനിന് വേണ്ടി ആദ്യം ഒരുങ്ങേണ്ടത് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കിയിട്ടാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ, ആരോടൊക്കെ കിബിർ തോന്നുന്നുണ്ടോ, എല്ലാം എടുത്ത് ഒഴിവാക്കുക. നമ്മളൊക്കെ പച്ച മനുഷ്യരാ, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നാളെ ഹിസാബിന് നമ്മൾ ഒറ്റയ്ക്കാ പോകുന്ന പടച്ചവന്റെ മുമ്പിലേക്ക്. നമ്മുടെ ഖൽബ് നന്നാക്കിക്കോളി, ഹൃദയം നന്നാക്കിക്കോളൂ. ആരോടും വെറുക്കണ്ട. വെറുപ്പുണ്ടെങ്കിൽ അത് ഇന്നത്തെ നിമിഷം അത് ഒഴിവാക്ക്. ഖൽബ് ശുദ്ധിയാക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? പിണങ്ങി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാതെ പെൻഡിങ് ആക്കി വെക്കുന്ന ഒരു നന്നാവട്ടെ എന്നിട്ട് മതി എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ നന്നായിക്കോളി. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക. ഹൃദയം ശുദ്ധിയാക്കിക്കോളൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനീൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നത് ഹൃദയത്തിൽ കറകളില്ലാതെ വന്നവർ മാത്രമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനോടും വെറുപ്പ് തോന്നണ്ട, ഒരാളോടും വൈരാഗ്യം വെച്ച് നടക്കരുത്, ഒരാളോടും പകരം വീട്ടണം എന്ന ചിന്തയോടുകൂടെ നടക്കരുത്. അള്ളാഹുലേക്ക് വിട്. നീ മാപ്പ് ചെയ്തു കൊടുക്ക്. ആ മനുഷ്യന് വേണ്ട ശിക്ഷ അള്ളാഹു കൊടുത്തേക്കും. പക്ഷെ നീ മാപ്പ് കൊടുക്ക്. മാപ്പ് കൊടുത്താൽ നിനക്ക് കൂലി കിട്ടും. നീ മാപ്പ് കൊടുക്കുന്നതോടുകൂടെ അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തു എന്നൊന്നും ഇതിനർത്ഥമല്ല. അത് മനസ്സിലാക്കിക്കോളൂ. തെറിയൊക്കെ വിളിച്ചിട്ട്, പറയാവുന്നതൊക്കെ പറഞ്ഞിട്ട്, ഒറ്റക്കും കൂട്ടത്തിലും ഒക്കെ ഗീബത്തും നമീമത്തും ഹോൾസെയിലാക്കി കൊടുത്തിട്ട് ഒരു ക്ഷമാപണം എഴുതി വിട്ടാൽ
ആ മനുഷ്യനത് സ്വീകരിച്ച് പൊരുത്തപ്പെട്ടാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. പക്ഷേ ഗീബത്ത് എന്നത് അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞ പണി നിങ്ങൾ ചെയ്തതാ. അത് അള്ളാനോടും കൂടെ ചെയ്തൊരു പാപമാണ്. അത് അള്ള തന്നെ പൊറുക്കണം. നിങ്ങൾ മാപ്പാക്കിയത് കൊണ്ട് മാത്രം അള്ള പുറത്തു തന്നു എന്നതിനർത്ഥമില്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തെറ്റുകൾ എന്നത് വലിയൊരു ഭാരമാണ്. തെറ്റുകൾ എന്നത് ഗൗരവമാണ്. അത് ചെയ്യാതിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാം. ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്തോളൂ. ആരോടാണോ നമ്മൾ അനീതി ചെയ്തത്, ആരെയൊക്കെ പറ്റിയാണോ അവരറിയാതെ നമ്മൾ വേണ്ടാത്തത് പറയുകയോ എഴുതുകയോ ചെയ്തത്, ആ മീഡിയത്തിൽ എവിടെയാണോ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ മാപ്പ് പറയണം, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ മാപ്പ് പറയേണ്ടി വരും. എത്ര ആളുകളോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആളുകൾ മുഴുവൻ അറിയുന്ന വിധം നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. എന്നാലേ ആ പാപത്തിന്റെ ഒരു പകുതി ക്ലിയർ ആവൂ. ഇപ്പുറത്തെ ഈ മനുഷ്യൻ നിങ്ങൾക്ക് മാപ്പ് തന്നാൽ പിന്നെ ഒരാൾ മാപ്പ് ചോദിക്കുമ്പോൾ മാപ്പ് കൊടുക്കണം എന്നാണ്. പക്ഷെ മാപ്പ് ചോദിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റമളാൻ വരുമ്പോഴും ഇനി റമളാനിൽ ഉണ്ടാവും കുറച്ച് വിവാദങ്ങൾ വരാൻ. റമളാനിൽ പ്രത്യേകമായ ഒരു ആവേശമാണ്. കുറച്ച് ആൾക്കാരൊന്ന് പിച്ച് ചീന്താതെ അത് റമളാനിൽ നമ്മുടെ കൂലി നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് കൊണ്ടുവരുന്ന ചില തന്ത്രങ്ങളാണ്. അതെല്ലാ റമളാനിലും ഉണ്ടാവും. നല്ല നോമ്പെടുത്ത് റമളാൻ പകുതിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓരോ വിവാദങ്ങളും എഴുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും കുറ്റം പറച്ചിലും. യാ അല്ലാഹ്, പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനെ, മൻ കഫ ലിസാനഹു ഫഖദ് നജാ, അവനവന്റെ നാവിനെ സൂക്ഷിച്ചാൽ അവർ രക്ഷപ്പെട്ടു. നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവനവൻ നോക്കിക്കോ അവനവന്റെ തടിയെ. നമ്മൾ നമ്മുടെ തടിയെ നോക്കുക. നമ്മുടെ നാട്, നമ്മുടെ മഹല്ല്, നമ്മുടെ വീടുകള്, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം സുരക്ഷിതമാവണം. മനുഷ്യർക്ക് ഡിഗ്നിറ്റിയുണ്ട്, അഭിമാനമുണ്ട്. ആ അഭിമാനം പിച്ചു ചീന്താൻ നമ്മളത് അല്ലാഹു വെച്ച ഹുർമത്താണ്. ആ ഹുർമത്തിനെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, നമ്മൾ തുടങ്ങി വെച്ച ആയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ومن يطع الله ورسوله فقد فاز فوزا عظيما.